ആലപ്പുഴയിൽ നിന്ന് അശ്വിൻ പാലാഴി കൂടി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അശ്വിൻ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഏറ്റവും പ്രധാനം അമ്പലപ്പുഴയിൽ ജി സുധാകരൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എപ്പോഴായിരിക്കും പത്രികാ സമർപ്പണം? അദ്ദേഹം ആദ്യഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തനിക്ക് അങ്ങനെ ഒരു പ്രചാരണത്തിന്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളത്. പക്ഷേ ഇന്നിപ്പോൾ റോഡ് ഷോ ഒക്കെ നടക്കാനിരിക്കുന്നു അല്ലേ? അമൃത, ഗുഡ് മോർണിംഗ്. തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയായി താൻ മത്സരിക്കുന്നു എന്നുള്ള വാർത്താ സമ്മേളനത്തിൽ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയത് പ്രചരണമില്ല, ഇലക്ഷൻ കമ്മിറ്റി ഇല്ല, റോഡ് ഷോ ഇല്ല, ചുവരെഴുത്തില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു. എന്തായാലും അതിനുശേഷം നടത്തിയ പല വാർത്താ സമ്മേളനങ്ങളിലും പ്രതികരണങ്ങളിലുമെല്ലാം എടുത്തു ചോദിച്ചത് ആരുടെയെങ്കിലും പിന്തുണ തേടുമോ എന്നുള്ള കാര്യമായിരുന്നു. തന്നെ ആർക്കു വേണമെങ്കിലും പിന്തുണയ്ക്കാം, ഞാൻ ആരുടെയും പിന്തുണ തേടി അവിടേക്ക് പോകില്ല എന്ന് സുധാകരൻ വ്യക്തമാക്കുകയും ചെയ്തു. ഇന്നലെ രാവിലെ നടന്ന വാർത്താ സമ്മേളനത്തിലും UDF പിന്തുണ സ്വീകരിക്കുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമില്ലാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു ജി സുധാകരൻ. പക്ഷേ ഇന്നലെ രാത്രി വൈകി ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റിൽ, അത് നാമനിർദ്ദേശ പത്രിക നൽകുമെന്ന് അറിയിക്കാനുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണ്, അതിന്റെ ഏറ്റവും അവസാനം ബ്രാക്കറ്റിൽ UDF പിന്തുണയോടെയുള്ള സ്വതന്ത്ര ജനകീയ സ്ഥാനാർത്ഥി എന്നുകൂടി കൂട്ടിച്ചേർത്താണ് UDFന്റെ പിന്തുണയുണ്ട്, താൻ അത് സ്വീകരിച്ചു എന്നുള്ള വിവരം ഔദ്യോഗികമായി ജി സുധാകരൻ പുറത്തേക്ക് പറയുന്നത്. എന്തായാലും UDFന്റെ പിന്തുണയോടെ മത്സരിക്കുന്ന ജി സുധാകരൻ ഇന്ന് രാവിലെ ഉച്ചയ്ക്ക് 12:30ക്കും 1:30ക്കും ഇടയിലുള്ള സമയത്ത് നാമനിർദ്ദേശ പത്രിക നൽകുകയാണ്. UDF പ്രവർത്തകർക്കൊപ്പം പ്രകടനമായി എത്തിയായിരിക്കും പത്രിക നൽകുക. പത്രിക നൽകിയതിനു ശേഷം വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടുകൂടി തീരദേശ റോഡ് ഷോ കൂടി UDFന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ഇന്നത്തെ ഒരു രാഷ്ട്രീയ കൗതുകവും ആകാംക്ഷയും അവിടുത്തെ പ്രകടനം എങ്ങനെയാകും എന്നതാണ്. കോൺഗ്രസ് മുന്നിൽ തന്നെ ഉണ്ടാകുമോ? ജി സുധാകരന്റെ ആ പത്രികാ സമർപ്പണത്തിനുള്ള പ്രകടനത്തിൽ ഉണ്ടാകുമെന്നാണ്. അതിൽ കുടികളൊക്കെ ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ഒരു കൗതുകമുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.